ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഒരു ഓണമൊക്കെ ആയിട്ട് ഞാനൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. സാധാരണ എല്ലാവരും പായസമാണ്, ഞാൻ പക്ഷേ ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഒരു ഈസി ആൻഡ് സിമ്പിൾ പുഡിങ്, അതാണ് എനിക്കിഷ്ടം. കാരണം മധുരം തിന്നാൻ തോന്നുന്നു, എന്നാൽ വൈകിട്ട് വേറെ സദ്യയുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് തൽക്കാലം പുഡിങ്ങിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് പാലെടുത്ത് അതിനകത്ത് കോൺഫ്ലവർ, പിന്നെ എൻ്റെ കയ്യിൽ കസ്റ്റർഡ് പൗഡർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കസ്റ്റർഡ് പൗഡർ ഒഴിച്ച് ഒന്ന് മിക്സാക്കി വേറൊരു പാത്രത്തിൽ ആവശ്യത്തിന് പാലെടുത്തു. അതിനകത്ത് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് തിളപ്പിക്കാനായിട്ട് വെച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു. കൈയെടുക്കാതെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കലക്കി വെച്ചിരുന്ന ആ ഒരു കുറച്ച് കൂട്ടുണ്ടല്ലോ, പിന്നെ ഇതിൻ്റെ ആയിരുന്നു ആ കോൺഫ്ലവറിൻ്റെയൊക്കെ, കസ്റ്റർഡ് പൗഡറും കോൺഫ്ലവറും കൂടെയൊക്കെ കലക്കി വെച്ചിരുന്നത്, അതെടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ച് വീണ്ടും കൈയെടുക്കാതെ ഇളക്കി. എനിക്കാണെങ്കിൽ ഒരുപാട് തിക്കാവണമെന്നില്ലായിരുന്നു, ഒരു ക്രീമി സ്ട്രക്ചറായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു പരുവായപ്പോഴത്തേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ബ്രെഡ് എടുത്ത് മുറിച്ചൊക്കെ വെക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു സുഖം പോരാ. നമ്മൾ കസ്റ്റർഡ് പൗഡർ അങ്ങോട്ട് ചേർത്തത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ കളറ് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇച്ചിരി നമ്മുടെ ബദാമിൻ്റെ ബദാമല്ലല്ലോ, പിസ്തയുടെ ആ എസൻസ് പോലത്തെ സാധനം ഉണ്ടല്ലോ, അതൊഴിച്ചു കൊടുത്തു. അപ്പോൾ ഗ്രീൻ കളർ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്തൊരു യെല്ലോയിഷൊക്കെ ആയിട്ട് നിൽക്കിയതെങ്കിലും മറ്റേതൊരു ഗ്രീൻ കളറായിരുന്നു. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി അത്രയും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ബ്രെഡൊക്കെ ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം എൻ്റെ കയ്യിലൊരു ഓവൽ ഷേപ്പ് ഉള്ള പാത്രമായിരുന്നു. അതിനകത്തേക്ക് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ മുറിച്ച് നിറച്ചൊക്കെ വെച്ചു. പിന്നെ ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണെങ്കിലും ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്. എൻ്റെ പിള്ളേർ കേക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കേക്കിന് പറ്റിക്കാൻ വേണ്ടി ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി കൊടുത്തു. അവരിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലെയർ ബ്രെഡ് വെച്ചു. പിന്നെ ഞാൻ നമ്മൾ മിക്സ് തയ്യാറാക്കി വെച്ചിരുന്ന ഒഴിച്ചു. അതിനുശേഷം രണ്ടാമത്തെ ലെയർ വെച്ചു, വീണ്ടും അതൊഴിച്ച് പിന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുന്നു. ഒരു ഓവർനൈറ്റൊക്കെ വെച്ചാൽ നന്നായിരിക്കും, പക്ഷെ ഞാൻ കുറച്ച് സമയം വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത് വെറുതെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് മുന്തിരിങ്ങയും ബദാമും എടുത്തുകൊണ്ട് വരാൻ എൻ്റെ മക്കളടുത്ത് പറഞ്ഞു. അവർ കൊണ്ടുവന്ന് അറിഞ്ഞും പുറച്ചും അത് വിതറി. പിന്നെ അവർക്കൊരു പോഷൻ വേണമല്ലോ, അങ്ങനെ കൊടുത്തു. പിന്നെ ഞാൻ വിതറിയത് മുറിച്ചൊക്കെ വിതറിയിട്ടു. പിന്നെ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ കാത്തു നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് എടുത്ത് അപ്പോഴേ മുറിച്ച് അങ്ങ് തിന്നു. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ മധുരമൊക്കെ ഇടുമ്പോൾ ടേസ്റ്റ് ഇല്ലാതിരിക്കുമോ, അങ്ങനെ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ബാക്കി ഓണത്തിൻ്റെ വ്ലോഗ് ആയിട്ട് പുറകിൽ വരുന്നത്. ടാറ്റാ ബൈ ബൈ, സീ യു.